നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ദ്രാവിഡ രാഷ്ട്രീയ സമവാക്യങ്ങളെ കടപുഴുകി എറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി കസേരയിലെത്തിയ ജോസഫ് വിജയ് പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കം ഇട്ടിരിക്കുകയാണ്. ചരിത്രപരമായ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ വിജയ് ഇന്ന് നേരിട്ടെത്തിയത് മുൻ മുഖ്യമന്ത്രിയും തന്റെ മുഖ്യ എതിരാളിയുമായിരുന്ന MK സ്റ്റാലിന്റെ വസതിയിലേക്കാണ്. കറുത്ത സ്യൂട്ടണിഞ്ഞ് അതീവ ഗൗരവത്തോടെ എത്തിയ ദളപതിയെ സ്വീകരിക്കാൻ സ്റ്റാലിനൊപ്പം പുതിയ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ ഉദയനിധി സ്റ്റാലിനും ഒപ്പം ഉണ്ടായിരുന്നു. സിനിമയിലെ മാസ് എൻട്രികളെ വെല്ലുന്ന രീതിയിലായിരുന്നു വിജയുടെ സന്ദർശനം. ചെന്നൈയിലെ സ്റ്റാലിന്റെ വസതിയിൽ എത്തിയ വിജയ് മുതിർന്ന നേതാവായ സ്റ്റാലിനെ കൈകൂപ്പി അഭിവാദ്യം ചെയ്തു. സ്റ്റാലിൻ തിരിച്ച സ്നേഹത്തോടെ വിജയെ സ്വീകരിച്ചു. ദശകങ്ങളായി DMKയും AIDMKയും തമ്മിൽ പുലർത്തിയിരുന്ന ശത്രുതയുടെ രാഷ്ട്രീയത്തിന് വിരാമമിട്ടുകൊണ്ട് ജനാധിപത്യപരമായ മര്യാദകൾ പാലിക്കുന്ന ഒരു പുതിയ ശീലമാണ് വിജയ് ഇവിടെ തുടങ്ങി വച്ചിരിക്കുന്നത്. കൂടിക്കാഴ്ചയിലെ മറ്റൊരു പ്രധാന ആകർഷണം പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ സാന്നിധ്യം ആയിരുന്നു. സിനിമയിൽ സഹപ്രവർത്തകരായിരുന്ന ഇരുവരും ഇപ്പോൾ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നയിക്കുന്ന തലവന്മാരായി മുഖാമുഖം നിൽക്കുകയാണ്. മാത്രമല്ല, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ് രണ്ട് തലവന്മാരെന്നതുകൂടി ശ്രദ്ധേയമാണ്. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും വ്യക്തിപരമായ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഇവരുടെ ചിത്രം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു. പക്ഷേ അപ്പോഴും നിയമസഭയ്ക്കകത്ത് വെച്ച് ഇരുവരും മുഖം തിരിച്ചാണ് പോയിരുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ഇരു നേതാക്കളും ഖജനാവിന്റെ കാര്യത്തിൽ തമ്മിൽ കോർത്തിരുന്നു. അധികാരമേറ്റയുടൻ മുൻ സർക്കാരിനെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കരുതെന്നും ഖജനാവ് കാലിയാണെന്ന ഒഴിവുകഴിവ് പറയാതെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്നും സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. 10 ലക്ഷം കോടിയുടെ കടബാധ്യതയുണ്ടെന്ന വിജയയുടെ ആരോപണത്തിന് കൃത്യമായ മറുപടി നൽകാനും സ്റ്റാലിൻ മറന്നില്ല. കടം അനുവദനീയമായ പരിധിക്കുള്ളിലാണെന്നും ബജറ്റ് കണക്കുകൾ നോക്കണമെന്നും അദ്ദേഹം വിജയയെ ഓർമ്മിപ്പിച്ചിരുന്നു. DMKയുടെയും AIDMKയുടെയും അടിത്തറ ഇളക്കിക്കൊണ്ടുള്ള വിജയത്തിന്റെ ഈ സിംഹാസനത്തിൽ കയറിയിരിപ്പ് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കോൺഗ്രസിനെയും മറ്റ് പ്രാദേശിക കക്ഷികളെയും ഒപ്പം നിർത്തി വിജയ് കെട്ടിപ്പടുത്ത പുതിയ സഖ്യം വരും ദിവസങ്ങളിൽ സ്റ്റാലിന്റെ കരുത്തുറ്റ പ്രതിപക്ഷത്തെ എങ്ങനെ നേരിടുമെന്നാണ് തമിഴ് മക്കൾ ഉറ്റുനോക്കുന്നത്. സിനിമയിലെ വെള്ളിത്തിരയിൽ നിന്ന് ഭരണത്തിന്റെ ചെങ്കോൽ കയ്യിലാക്കിയ വിജയ് സ്റ്റാലിന്റെ വീട്ടിലെത്തി നടത്തിയ ഈ കൂടിക്കാഴ്ച തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സൗഹൃദത്തിന്റെയും മര്യാദയുടെയും പുതിയൊരു അധ്യായത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും എന്താണ് സംസാരിച്ചത് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. സിനിമയിലെ ആക്ഷൻ രംഗങ്ങളെ വെല്ലുന്ന വേഗത്തിലാണ് തമിഴ്നാട് രാഷ്ട്രീയം വിജയ്ക്ക് ചുറ്റും കറങ്ങുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഒപ്പിട്ട ഫയലുകളെ സ്റ്റാലിൻ സ്വാഗതം ചെയ്തെങ്കിലും ഭരണം അത്ര എളുപ്പമാകില്ല എന്ന വ്യക്തമായ സൂചനകളാണ് ഈ ഉപദേശങ്ങളിലൂടെ DMK നൽകുന്നത്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അന്ത്യമാണോ അതോ വിജയുടെ പരീക്ഷണമാണോ വരാനിരിക്കുന്നത് എന്ന് കാത്തിരുന്നു കാണാം. തമിഴ്നാട്ടിലെ മറ്റു മുതിർന്ന നേതാക്കളെയും വിജയ് കാണാൻ എത്തുന്നുണ്ട്.